യന്മാത്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോംഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ കുന്തി സ്തുതി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾക്കും പരമഹംസന്മാർക്കും കൂടി ഭക്തിയോഗം കൊണ്ട് കാണാൻ പറ്റില്ല എങ്കിൽ സ്ത്രീകളായവർക്ക്, അറിവില്ലാത്തവർക്കൊക്കെ ബാധകമാണ്. സ്ത്രീ കഥം പശ്യേമഹിത്രിയ എന്ന് ഉദ്ദേശിച്ചത് കുന്തിദേവി തന്നെ മാത്രമല്ല, അജ്ഞന്മാരായിട്ടുള്ളതും അജ്ഞകളുമായിട്ടുള്ള എല്ലാവർക്കും ഉദ്ദേശിച്ചിട്ട് അവർക്ക് എങ്ങനെ ഭഗവാനെ അറിയാൻ കഴിയും? അത്ഭുതമല്ലേ? അറിയാൻ കഴിയില്ല എന്നതാണ് ഭഗവാനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ അറിവ്. ഒരു ഗുരുനാഥൻ തന്നെ ജിഷ്ണുവോട് ചോദിച്ചു, എന്താ തനിക്കിതുവരേക്ക് പഠിഞ്ഞത്? ഗുരുനാഥ, എനിക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. അപ്പം ഗുരുനാഥൻ പറഞ്ഞു, മിടുക്ക, അതന്നെ മനസ്സിലാവണ്ടേ. അത് മനസ്സിലായില്ലോ, അത് വലിയൊരു കാര്യമാണ്. ഇപ്പം നീ അറിയേണ്ടത് അറിഞ്ഞു എന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട്, കഥ പറയും. അപ്പം അറിയില്ല എന്നുള്ളത് ആയാൽ തന്നെ ഒരു പരിധി വരേക്കുള്ള അറിവായി എന്നാണ്. അവിടെ അങ്ങടെ പിന്നെ വേണ്ടു. അപ്പോൾ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് ഒരിക്കലും ആർക്കും തന്നെ പൂർണ്ണമല്ല. അപ്പം തീരെ അറിയാൻ കഴിയാത്ത ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പിന്നെ വേവലാതിപ്പെടുന്നത് എന്നാണെങ്കിൽ അങ്ങനെയല്ല. ഒരു മാർഗമുണ്ട്. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. ഏത് ചില കാര്യങ്ങളൊക്കെ അറിവ് എന്ന് പറയുന്നത് അല്ല അനുഭവം. മുമ്പൊക്കെ പല സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അത് അറിവ് ആവണം എന്നില്ല, ചിലപ്പോൾ അനുഭവം. അത് രണ്ടും വ്യത്യാസമുണ്ട്. അറിവില്ലെങ്കിലും നമുക്ക് ചിലതൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇപ്പം പായസം അനുഭവിക്കണു, അതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നുണ്ടോ? ഒന്നും ഉണ്ടാക്കാൻ വയ്ക്കുക, അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയും. പക്ഷേ സുഖമായിട്ട് ആസ്വദിക്കും അല്ലേ? അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം പറയാനായിട്ട് കഴിയുന്നുണ്ട്, ആസ്വദിക്കുന്നുമുണ്ട്. അപ്പം അറിവാണോ അനുഭവം? പലപ്പോഴും അത് അങ്ങനെ അല്ല. ഫാനിട്ടു, സുഖമായിട്ട് കാറ്റൊരു മുത്തശ്ശിക്ക് പോലെ ഇത് അറിയുമോ? കറണ്ടിനെ പറ്റിയിട്ടോ ഫാനിൻ്റെ ടെക്നോളജിയെ പറ്റിയിട്ടോ ഒന്നും അറിയില്ലവോ. പക്ഷെ സ്വിച്ചിട്ടാൽ ഫാന് തിരിയുണ്ട്, അതിൻ്റെ കാറ്റ് കിട്ടണില്ലേ. അപ്പോൾ അനുഭവം ഉണ്ട്. അതിൻ്റെ അനുഭവം അറിവ് ആവണം എന്ന് പലപ്പോഴും ഇല്ല. അതുകൊണ്ട് സർവേശ്വര ഭജനയിൽ കൂടിയിട്ടും നാമജപത്തിൽ കൂടിയിട്ടും അറിവുകൊണ്ടല്ല അനുഭവിക്കുന്നത്. പക്ഷെ അങ്ങയെക്കുറിച്ച് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ നീങ്ങുമ്പോൾ, എങ്ങനെ നീങ്ങിയാലും വേണ്ടില്ല, ചെറുതായിട്ടൊക്കെ ഈശ്വരനെക്കുറിച്ചുള്ള ഒരു അനുഭവം ഉണ്ടാവണം. അറിവ് എന്ന് പറഞ്ഞുകൂടാ, അനുഭവമാണ്. യഥാ ഋഷികേശകലേന ദേവകി കംസേന രുദ്ധാതിചിരഞ്ജുചാർപ്പിത വിമോചിതാകഞ്ചതകാത്മജ വിബോധയേവ നാഥേന മുകുർവിവർഗണാത്. ഇനി കൃഷ്ണൻ തനിക്ക് പാണ്ഡവന്മാർക്കും ചെയ്ത ചില ഉപകാരങ്ങൾ ഓർക്കുകയാണ്. കുന്തി പോവുകയാണല്ലോ ഭഗവാൻ. ഹേ ഋഷികേശ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനെ എന്ന് വിളിക്കുകയാണ്. ഋഷികേശൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ഖലേന, ദുഷ്ടനായ, കംസേന, കംസനാൽ, ഋത, ബന്ധിക്കപ്പെട്ടവളും, അതിചിരം, അധികകാലം, ശുചാർപ്പിത, ദുഃഖിച്ചവളും ആയ ദേവകിയെ യഥാ വിമോചിത, എങ്ങനെ മോചിപ്പിക്കപ്പെട്ടുവോ, ദേവകി എപ്രകാരം മോചിപ്പിക്കപ്പെട്ടുവോ, തഥാ വിഭോ, അപ്രകാരം അല്ലയോ ഭഗവാനെ, സഹാത്മജ, പുത്രന്മാരോടുകൂടിയ അഹം, ഞാനും രക്ഷിക്കപ്പെട്ടു.
ദേവകി കാരാഗൃഹത്തിലാണ്. കംസൻ വളരെ ദ്രോഹിച്ചു, അവിടെ സുഖമൊന്നുമല്ല. എന്നാലും വളരെ കാലം കൂടെ കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും കൂടാണ്ട് ദേവകി വസുദേവർ രക്ഷപ്പെട്ടുല്ലോ. ശരിക്കൊരു മഹാത്ഭുതമാണ്. അതെന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ ഒരു കണ്ണ് അവിടെ ഉണ്ടായിരുന്നു. കംസൻ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും അതുണ്ടാവും ചിലക്കിൽ. ഇപ്പം സീത എങ്ങനെയൊക്കെ ഭർഷിക്കപ്പെട്ടു. വേണമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് രാവണനെ കശക്കി കൊല്ലാം. രാക്ഷസിമാരുണ്ട്. രാവണൻ്റെ ശക്തിയുടെ മുമ്പിൽ സീത ആരുമല്ല. പക്ഷെ ആ പാതിവ്രത്യത്തിൻ്റെ ശക്തി കൊണ്ടും രാമൻ്റെ അനുഗ്രഹം കൊണ്ടും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പട്ടിണി കിടന്ന് മരിക്കാം വേണമെങ്കിൽ. ഒന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. ഒരു കൊല്ലമൊക്കെ ഉറങ്ങാണ്ടി ഭക്ഷണം കഴിക്കുക. അപ്പം എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? ഈശ്വര സങ്കല്പം കൊണ്ട്. ഈശ്വര സങ്കല്പം ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും രക്ഷപ്പെടും. അതില്ലെങ്കിലോ ഇപ്പം എത്ര സുരക്ഷിതമായിട്ടും കാര്യമില്ല. അതാണ് പറയുന്നത്. ആ ഏവകിയെ എപ്രകാരം കംസൻ്റെ കാരാഗ്രഹത്തിൽ സർവേശ്വര അങ്ങ് രക്ഷിച്ചു, അതുപോലെ തന്നെയല്ലേ കുട്ടികളോട് കൂടിയ ഞാൻ, സഹാത്മജ അഹം, കുട്ടികളോട് കൂടി 5 പാണ്ഡവന്മാരോട് കൂടി എന്നെ രക്ഷിച്ചത്. യഥാ കൃഷികേശ ഖലേന ദേവകി കംസേന രുദ്ധാതിചിരം സുചാർപ്പിത ദുഃഖിച്ച ദേവകിയെ എപ്രകാരം രക്ഷിച്ചുവോ, വിമോചിതാകം ച സഹാത്മജ വിഭോ, സഹാത്മജ ആത്മജരോട് കൂടിയ 5 പാണ്ഡവന്മാരാണല്ലോ, 5 മക്കളാണ്. ആത്മജരോട് കൂടിയിട്ടുള്ള അഹം വിമോചിതാഹം, ഞാൻ മോചിപ്പിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാ? ത്വൈവ നാഥേന വിവർഗണാത്, അങ്ങയുടെ ആ നാഥത്വം കൊണ്ട്, അങ്ങ് നാഥനായിരുന്നത് കൊണ്ട് പല ആപത്തുകളിൽ നിന്നും വിപദ്ഗണാത്, ഞാനും മക്കളും രക്ഷിക്കപ്പെട്ടു. ഇനി അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയണം. വിഷാത്മഹാഗ്നേ പുരുഷാദർശന ദസഭയ വനവാസകൃച്ഛ്രത മൃതേനേകമകാരതത്രദോ ത്രോണ്യത്ര ചസ്മ ഹരേ അഭിരക്ഷിതാ ഹേ ഹരേ. വിളിക്കുകയാണ്, അങ്ങ് രക്ഷിച്ചു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഏതിൽ നിന്നൊക്കെ? വിഷാൻ. ഒരിക്കലും ഈ ദുര്യോധനൻ ഭീമന് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. എന്ത് ദുഷ്ടത്തരത്തിനും മടിയില്ലാത്ത ആളാണ്. എങ്ങനെയപ്പോൾ അത് സാധിച്ചത്? എങ്ങനെ പരിശ്രമിച്ചത് കൊല്ലാൻ? എല്ലാവർക്കും കൂടിയിട്ട് ഒരു തടാകത്തിൽ നീന്തി കളിക്കാൻ പോകാമെന്ന് ചോദിച്ചു. സൗഹൃദത്തിൽ ചതിയാണ്. കൂട്ടത്തിൽ എന്ത് ചെയ്തു? സൂത്രത്തിൽ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് ഭീമനെ ആ ഭക്ഷണം കഴിപ്പിച്ചു. ഇവനറിഞ്ഞിട്ടില്ല വിഷം ഉണ്ടെന്നൊന്നും ഭീമനറിയില്ല. ലോഗ്യം നടിച്ചിട്ട് കൊല്ലുന്നുണ്ടല്ലോ. പക്ഷേ താണു പോയത് നാഗലോകം എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്ത് താഴെയുള്ള ലോകമാണ് ഈ നാഗലോകം. ഈ വിഷം കൊണ്ട് ഭീമൻ താണു. ദുര്യോധനൻ സന്തോഷിച്ചു. എന്തായാലും വലിയ ഉപദ്രവം ഈ ഭീമനെ കൊണ്ടാണ്. ബാക്കിയുള്ളവരെയൊക്കെ കഴിച്ചു കൂട്ടാമെന്നു. ബൻ്റെ ഈ ശക്തി ഉണ്ടല്ലോ, അവൻ അത് ഉള്ളിടത്തോളം പാണ്ഡവന്മാരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ട് ദുര്യോധനൻ. അതേതായാലും ഇന്നത്തോടെ അവസാനിക്കും. പക്ഷേ നാഗലോകത്ത് ചെന്നപ്പോൾ നാഗങ്ങൾ ഈ ഭീമനെ ബഹുമാനിച്ചു, നാഗരസം കൊടുത്തു. ഭഗവാന്റെ ആൾക്കാരാണെന്ന് എങ്ങനെയോ മനസ്സിലായി. നാഗരസം എന്ന് പറഞ്ഞിട്ടുള്ള രസം കൊടുത്തപ്പോൾ ഭീമൻ ഇരട്ടി ശക്തി ഉണ്ടാവുക ചെയ്ത്. ദുര്യോധനൻ ഇവിടെ കള്ളക്കരച്ചിൽ കരച്ചാൽ, അയ്യോ ഭീമ അങ്ങ് പോയല്ലേ കള്ളക്കരച്ചില്ല. ഇല്ല കേട്ടോ, ഇപ്പോൾ തൽക്കാലം ഒന്നും പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് ഭീമൻ ഇരട്ടി ശക്തിയിലാത്രേ വരണം. മുമ്പത്തെക്കാട്ടിലും ശക്തി കണ്ട് വർദ്ധിച്ചു. അപ്പം കുന്തിദേവി പറയണം, നാഗലോകത്തിലേക്ക് ആക്കിയതും അവിടെ നാഗങ്ങൾ രക്ഷിച്ചതും സർവേശ്വര ആരുടെ കാരുണ്യാണ്? ഒന്ന് എൻ്റെ ഉണ്ണിയുടെ കാരുണ്യമല്ല, കൃഷ്ണ അങ്ങല്ലേ അതിൻ്റെ പിന്നിൽ സത്യത്തിൽ പ്രവർത്തിച്ചത്. വിഷാൻ മഹാഗ്നേ അരക്കില്ലത്തിലിട്ട് ചുടാൻ വേണ്ടിയിട്ട് ദുഷ്ട ദുര്യോധനൻ ശ്രമിച്ചു. രഹസ്യമായിട്ടുള്ള മാർഗം വിതുരൻ കാണിച്ചു തന്നു, രക്ഷപ്പെട്ടു. ഇതിനൊക്കെ സൗകര്യം സത്യത്തിൽ അന്തർധാരിയായിട്ട് പ്രവർത്തിച്ചത് ഭഗവാനാണ്. ഈ രാക്ഷസന്മാർ, ബഗാസുരൻ മുതലായിട്ട് രാക്ഷസന്മാരിൽ നിന്ന് അസത്സഭായ ദുര്യോധന ദുശാസനം മുതലായിട്ടൊരു വസ്ത്രാക്ഷേപം ചെയ്ത് എൻ്റെ പുത്രന്മാരുടെ പത്നിയെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ചേലമാലാം അനന്തമായിരിക്കുന്ന വസ്ത്രം കൊടുത്ത് രക്ഷിച്ചില്ലേ? ഇങ്ങനെയൊക്കെ ആരാ ഭഗവാനെ ചെയ്യുക? അല്ലെങ്കിൽ ആർക്കാണ് ചെയ്യാൻ കഴിയുക? അങ്ങേക്കല്ലാണ്ട് ഓർക്കും ഇത് ചെയ്യാൻ കഴിയില്ല.
ആ വസ്ത്രം അഴിച്ചഴിച്ചഴിച്ചഴിച്ചഴിച്ച് ദുശാസനൻ്റെ കൈകൾ തളർന്നു. ഇതിലധികം ഒരു അത്ഭുതം ഇനി എന്താ ഉള്ളത്? വനവാസകൃച്ഛത, വനവാസകാലത്ത് ദുർവാസാവിനെ പോലുള്ളവർ പരീക്ഷിക്കാൻ വരിക, അതിൽ നിന്നും രക്ഷിക്കുക. അക്ഷയപാത്രം കവുത്തിയ സമയത്ത് ദുർവാസാവ് വന്നു ഒരിക്കൽ, പാഞ്ചാലി ഈ ഭക്ഷണം ഇന്ന് ഭിക്ഷപ്പെടെയാണ്, ഒന്നും അവിടെ കൊടുക്കാതില്ല, ഇനി ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ അടുത്ത സമയത്തെ അക്ഷയപാത്രത്തിൽ കവുത്തിയാൽ പിന്നെ അടുത്ത ഭക്ഷണ സമയത്തേ ഉണ്ടാവുള്ളൂ. അപ്പം ഭഗവാൻ അവിടെ വന്നിട്ട് ചീരടയില ഭക്ഷിച്ചിട്ട് അക്ഷയപാത്രം അക്ഷയമാക്കി തീർത്തു എന്നാണ്. അങ്ങനെ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതൊക്കെ വനവാസകൃച്ഛത, വനവാസകാലത്തെ വിഷമങ്ങളാണ്. ഓരോ യുദ്ധത്തിൽ പല കള്ളത്തരം പോലും ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി ചെയ്തു. മൃതേ യുദ്ധത്തിലൊക്കെ ഓരോരോ യുദ്ധത്തിൽ അനേകം മഹാരഥാസ്ത്രതോ ദ്രൗണ്യത്രതശ്ചാസ്നഹരേവി രക്ഷിത. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞേയുള്ളൂ, അങ്ങ് അങ്ങല്ലേ രക്ഷിച്ചത്. ഇനി വരെയാണ് സുയോധന നിതൃട്ടോ നശാബായ മർഷണോ മുനി പത്രേച്ച തൃപ്യത തകത്തിലോകേ ചരതമ്മനെ. ആ ഒരു ശ്ലോകം ചില ഗ്രന്ഥത്തിലില്ല കേട്ടോ, ഈ ചില ഗ്രന്ഥത്തിലേ കാണുന്നുള്ളൂ. സുയോധന നിതൃട്ടോ അർത്ഥം കാട്ടിൽ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ ശാപത്തിനായി കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ദുര്യോധനനാൽ അയക്കപ്പെട്ട ദുർവാസാവ് അക്ഷയപാത്രത്തിൽ ഒന്നുമില്ലാത്തതിനെ തുടർന്ന് ശപിക്കേണ്ടതായിരുന്നു. ആ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. അതാണ് പുത്രേച്ച തൃപ്യത സഹ ത്രിലോക ചരതം വനെ. 3 ലോകത്തിലും സഞ്ചരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ചീരടയില ഭക്ഷിച്ചിട്ട് രക്ഷിച്ചില്ലേ എന്നുള്ള ശ്ലോകം ചില ഗ്രന്ഥത്തിലില്ല. വിപത സന്തുന തത്ര തത്ര ജഗത് ഗുരോ ഭവതോ ദർശനം യസ്യാദ പുനർഭവദർശനം. ഈ വിഷമഘട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരമായി, അങ്ങയെ സ്മരിച്ചു, അങ്ങ് രക്ഷിക്കുകയും ചെയ്തു. ഈ സമ്പത്ത് ധാരാളമുണ്ട്, ഈശ്വരനെ സ്മരിക്കാനുള്ള അവസരം ഇല്ലാച്ചാൽ ആ സമ്പത്തിൽ നല്ലത് എന്താണ്? ഈശ്വരനെ സ്മരിക്കുന്ന ആപത്താണ്, അല്ലെങ്കിൽ ദുരിതമാണ്. സമ്പത്ത് ഭക്തിക്ക് ഉതകും എങ്കിൽ, സമ്പത്ത് ഭക്തിക്ക് ഉതകില്ല എങ്കിൽ, ആപത്ത് ഭക്തിക്ക് ഉതകും എങ്കിൽ ആപത്ത് തന്നെ തന്നാൽ മതി. ഈശ്വരസ്മരണയോടുകൂടിയുള്ള ദുഃഖവും വിഷമമാണ് നല്ലത്. ഏതിനേക്കാൾ നല്ല സമൃദ്ധി ഉണ്ടായി ഈശ്വരനെ സ്മരിക്കാൻ അവസരമില്ലാച്ചാൽ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൃഷ്ണ എന്ന് വിളിക്കുകയാണെങ്കിൽ ദുഃഖമാണെങ്കിൽ ദുഃഖമായിക്കോട്ടെ, അതിലൊരു സുഖമുണ്ട് എന്നാണ്. അതുകൊണ്ട് സർവേശ്വര വിപത സന്തുന കുറച്ച് വിഷമങ്ങൾ തന്നോളൂ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ വിഷമത്തിലും കൃഷ്ണ എന്ന് ഉറക്ക മനസ്സറിഞ്ഞ് വിളിക്കാൻ ഉള്ള മനസ്ഥിതി തരണം, ഇത്രയേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും രക്ഷ ഭഗവാൻ തരാതിരിക്കില്ല. തത്ര ജഗത് ഗുരോ ഭവതോ ദർശനം. ആ വിഷമത്തിൽ അപ്പം എന്തുണ്ടാവും? ഭഗവത് ദർശനം ഉണ്ടാവും. അത്ര വേഗം സുസാധ്യമല്ലാത്ത അങ്ങയുടെ ദർശനം ഭവിക്കും. കൃഷ്ണനെ വിളിച്ചാൽ പിന്നെ കൃഷ്ണൻ അവിടെ വരാതിരിക്കില്ലല്ലോ ഭക്തന്മാരുടെ മുമ്പിൽ. അതുകൊണ്ട് ദുഃഖം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ ദുഃഖത്തിൽ എന്തുണ്ടാവണം? ഭക്തി വേണം എന്നേ ഉള്ളൂ. ദുഃഖത്തിന് ഞാൻ അലോഗ്യം പറയുന്നില്ല. ജന്മൈശ്വര്യസുദർച്ചീപിരേതമാനമത പുമാൻ നൈവാർഹത്യപിതാതുംബൈ ത്വാമകിഞ്ചനഗോചരം. ഇനി എന്താണപ്പോൾ ദുഃഖം തരാതെ ഐശ്വര്യ സമ്പത്തോ തന്ന കുഴപ്പം? അപ്പോൾ കുഴപ്പം ഇവിടെ പറയണ ജന്മം, ഐശ്വര്യം, നല്ല ഉന്നത കുലത്തിലുള്ള ജന്മം, നമ്പൂതിരിയാവാം, ചേനാതിരിയാവാം, ഭട്ടതിരിയാവാം, ബ്രാഹ്മണനാവാം. ഏറ്റവും ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഞാൻ ഉന്നത കുലജാതനാണ്, മറ്റുള്ളവരിലും വെച്ച് ഉയർന്ന സമുദായക്കാരനാണ്. ജന്മം, ഐശ്വര്യം, സമ്പത്ത്, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള പ്രഭുത്വം, ഇതിനൊക്കെയാണ് ഐശ്വര്യം എന്ന് പറയുക. ഇതൊക്കെ ഐശ്വര്യ ശ്രുതം വേദോ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചാൽ ഏതമാനമത പുമാൻ അഹങ്കാരം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും വേണമെന്നില്ല. ഈ അഹങ്കാരം വർദ്ധിപ്പിക്കുന്ന ഒന്നും ഞാൻ ആഗ്രഹിക്കണില്ല. ഞാനല്ലാണ്ടാവും. എന്തിനപ്പം അതൊക്കെ? അതിനേക്കാളും നല്ലതല്ലേ കൃഷ്ണ എന്ന് വിഷമിച്ചിട്ട് ഇങ്ങനെ വിളിക്കണത്. അതാ ഭക്തിയുടെ മാധുര്യം അറിഞ്ഞവരൊക്കെ അറിയൂ. ഭക്തിക്ക് ഏറ്റവും നല്ല കൂട്ട് വിഷമവും ദാരിദ്ര്യമാണ് എന്നാണ്. വിഷമവും ദാരിദ്ര്യവും
സുഖമല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെ വേണമെങ്കിൽ വിചാരിക്കാം സുഖത്തിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ ഇത്രയധികം അതിന് ആഴമും തന്മയത്വവും കിട്ടില്ല. അതാണ് ഏറ്റവും യോജിച്ച കറി എന്ന് പറയുന്ന പോലെയാണ് ദുഃഖം. മറ്റു കറികളും കൂട്ടിയിട്ട് കഴിക്കാം, ഒരു പ്രത്യേക സംഗതി കഴിക്കായില്ല. പക്ഷേ ആ കറി ഉണ്ടെങ്കിൽ ശരിക്കുള്ള കോമ്പിനേഷൻ ആവുള്ളൂ എന്ന് പറയും നമ്മൾ ചിലപ്പോൾ, ഇല്ലേ? അതുപോലെ ഭക്തിയും ദുഃഖവും ആകുന്ന ആ കറി തന്നെയാണ് ഭക്തിക്ക് ഏറ്റവും നല്ല കൂട്ട് എന്ന് പറയണം. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആഴവും രസവും തന്മയത്വവും സുഖത്തിൽ കിട്ടില്ല എന്നാണ്. അതിൽ വിചാരിക്കാം, ഭഗവാനെ വിചാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ദുഃഖത്തിലുള്ള ആ ഒരു ആഴം, ഇല്ലേ? ശബ്ദം അങ്ങോട്ട് പോയപ്പോൾ ചെമ്പേ ഒരു ഗായകനെല്ലാം ശബ്ദമാണ്, ശബ്ദം പോയ ഗായകനുണ്ടോ? അങ്ങനെ വിളിച്ച വിളി കേമായിട്ട് ഇങ്ങനെ പാടുക വെച്ചാൽ അദ്ദേഹം വിളിക്കുമോ? ആട്ടിയിട്ട് ലോകപ്രസിദ്ധമായ വിളിക്കില്ല. ഭഗവാൻ വിളിപ്പിച്ചോ? ഈ ശബ്ദം ആരാ ഉണ്ടാക്കണറിയോ? വേറെ ആരുമല്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ ഭഗവാൻ വേണം, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല. അതുകൊണ്ട് സർവേശ്വര ആ ദുഃഖം ഭട്ടേരിപ്പാടിനെ നാരായണീയെ എഴുതിപ്പിച്ചു, ഇല്ലേ? അപ്പോൾ ദുഃഖത്തിലുള്ള ആ ഒരു തന്മയത്വം സുഖത്തിലില്ല ഭക്തിയെ സംബന്ധിച്ച്. നമോ അകിഞ്ചനവിത്തായ നിവൃത്തഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമാം. ഈ ഭഗവാന്റെ ധനം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരാണ്. ഭഗവാന് വലുത് ആരറിയോ? ഭക്തനാണ്. ഭക്തന് വലുത് ആരറിയോ? ഭഗവാനാണ്. അപ്പം അകിഞ്ചനന്മാരുടെ ധനമാകുന്ന ഭഗവാൻ, അകിഞ്ചനന്മാരാകുന്ന ധനത്തോടു കൂടിയ ഭഗവാൻ, ഭക്തന്മാരാകുന്ന അല്ല ഭഗവാനാകുന്ന ധനത്തോടു കൂടിയ ഭക്തന്മാർ, അങ്ങനെയാവും. നമോ അകിഞ്ചന വിത്തായ, അകിഞ്ചനന്മാരാകുന്ന ധനത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഭഗവാനാകുന്ന ധനത്തോടു കൂടിയവനാണ് ഭക്തന്മാർ. രണ്ട് നിലയ്ക്കും നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ, സത്വഗുണത്തിൽ രസ്തരജസ്തമോ ഗുണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവൻ, അതാണ് നിവൃത്ത ഗുണവൃത്തയെ. ആത്മാരാമായ ശാന്തായ, തന്നിൽ തന്നെ രമിക്കുന്നവനാണ് ആത്മാരാമൻ. ശാന്തസ്വരൂപത്തോടു കൂടിയ മുക്തിസ്വരൂപനായ ഭഗവാന് നമസ്കാരം എന്ന് പറയാണ്. മന്യേ ത്വാം കാലമീശാനം അനാദിരിധനം വിഭും സമഞ്ചരന്തം സർവത്ര ഭൂതാനാം വെന്മിതക്കലി. ഈ കാലം എന്ന് പറയുന്നതും സർവേശ്വര അവിടുന്ന് തന്നെയാണ്. കാലസ്വരൂപനും നിയന്താതാവും ആദിയും അന്തവും ഇല്ലാത്തവനാണ് അനാദിനിധനൻ എന്ന് പറയാം. അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. ശാസ്ത്രനാമത്തിൽ അനാദിനിധനൻ എന്ന് പറഞ്ഞാൽ അനാദിമത്യാന്തം ഇല്ലാത്തവൻ, ആദിമത്യാന്തമില്ലാത്തവൻ, അനാദിമത്യാന്തൻ എന്നർത്ഥം. കാലം ആണ്, ഈശാനനാണ്, അനാദിനിധനനാണ്, വിഭുവാണ്. വിഭു പ്രഭു എന്നർത്ഥം. വിഭു എന്ന് പറഞ്ഞാൽ പ്രഭു തന്നെ, എല്ലാവരുടെയും മീതെയുള്ള ആൾ. അങ്ങനെയുള്ള അങ്ങ് എന്ത് ചെയ്യണു? സമഞ്ചരന്തം സർവത്ര, ജീവജാലങ്ങളിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് കലിദോഷത്തെ ജനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. കലിദോഷത്തെ ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കലിദോഷത്തെ ജനിപ്പിക്കുമോ ഭഗവാൻ? കലിയില്ലാണ്ടേക്കല്ലേ പലതിക്കലും അങ്ങനെയാണ് പറയണത്. അതെന്താന്ന് വെച്ചാൽ കലി എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എല്ലാതും അങ്ങോട്ട് നന്നാവുക എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തിന്മ ഉണ്ടാവുന്നത്? ഒരു ചോദ്യമാണല്ലോ. തിന്മ ഭഗവാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. രണ്ടും കൂടിയാലേ ലോകമാവുള്ളൂ, പ്രപഞ്ചം ആവുള്ളൂ എന്ന് വിചാരിച്ച് ഭഗവാൻ തന്നെയാണ് ഭൂതാന്യന്മിത കലിദോഷത്തെ ജനിപ്പിക്കുന്നതും കലിദോഷത്തെ ഇല്ലാതാക്കുന്നതും ഭഗവാൻ തന്നെയാണ്. രണ്ടും ഭഗവാൻ തന്നെയാണ്. നവേദ കശ്ചിത് ഭഗവൻ ചികീഷിതം തവേഹമാനസ്യ നൃഡാംബിഡംബനം നയസ്ത്യ കശ്ചിൽ ദൈദോസ്തി കർക്കിജേഷ്മൻ വിഷമാമതിർണാം. ഭഗവാനെ, മനുഷ്യരുടെ വിഡംബനം, അനുകരണത്തെ ഈഹമാനസ്യ ചെയ്യുന്ന അങ്ങയുടെ ചികീഷിതം, പ്രവർത്തിക്കാനുള്ള ഇഷ്ടം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കാലുകൾ മനുഷ്യരൂപമാണ്. രാമൻ എന്ന് പറഞ്ഞാലും അതെ. അപ്പോൾ ഈ മനുഷ്യരൂപം എടുത്തിട്ട് ചികീഷിതം ചെയ്യുന്ന പ്രവൃത്തികൾ, തവേകമാനത്തെ നിടാം വിഡംബനം, ഇങ്ങനെ മനുഷ്യനെ പോലെയുള്ള അനുകരണം, വിഡംബനം അനുകരണം. ശരിക്കും ഭഗവാനെ ഇഷ്ടനായിട്ടോ അനിഷ്ടനായിട്ടോ ആരും ഇല്ല. നയസ്യ കശ്ചിൽ ദൈത
ദൈത എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, ദേഷ്യൻ എന്ന് പറഞ്ഞാൽ വിദ്വേഷം ഉണ്ടാക്കുന്നവൻ, ശത്രു. മിത്രമായിട്ടോ ശത്രുവായിട്ടോ സത്യത്തിൽ അങ്ങേക്ക് ഇല്ല. അപ്പോൾ ചിലരെ കൊല്ലുന്നു, ചിലരെ അനുഗ്രഹിക്കുന്നു, ചിലരെ നിഗ്രഹിക്കുന്നു. അതെന്താ? അഭിനയം മാത്രം. അഭിനയത്തിൽ വല്ല സത്യമുണ്ടോ? അപ്പം അതൊരു അഭിനയം മാത്രമാണ്. അവേഹമാനസ്യ നൃടാംബിഡംബനം, ഒരു അഭിനയം മാത്രമാണ്. അത് സത്യത്തിലുള്ളതല്ല ഈ ശത്രുമിത്ര വ്യത്യാസം. ഇപ്പം ശിശുപാലാദികളെ അനുഗ്രഹിച്ചു, ചക്രം കൊണ്ട് ഹനിച്ചുവെങ്കിലും കൊടുത്തത് അനുഗ്രഹമാണ്. വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് അവർ ചെയ്തത്. രാവണനെ കൊന്നുവെങ്കിലും കൊടുത്തത് മുക്തിയാണ്. അപ്പോൾ രാവണനുമായിട്ടുള്ള ശത്രുത രാമായണം വായിക്കുമ്പോൾ നമുക്ക് നല്ലോണം തോന്നും. രാഘവനും രാവണനും കൂടി വാഴുക എന്ന് ഇല്ലിനി ഈ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും കനത്ത ശത്രുതയാണ്. അങ്ങനെ തോന്നാത്തത് ആർക്കാളുള്ളത്? ഇനി നമ്മൾ രണ്ടാളും കൂടി വാഴലില്ല എന്നൊക്കെ വേണ്ടി പറയുമ്പോഴേ ഒന്നുമല്ല, ഒത്തുകളിയാണ്. അവസാനം കൊടുക്കണത് രാവണൻ എന്ത് പറഞ്ഞിട്ട് അത്രയും പടക്കി പുറപ്പെടണം. എന്താ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് രാമൻ എന്നെ കൊല്ലാൻ വരാത്തത് എന്ന് ചോദിച്ചിട്ടാത്രേ. ഒത്തുകളിയില്ലേ, നമ്മളാ വിഡ്ഢികളാക്കപ്പെട്ടത്. ഭഗവാൻ രാവണനോട് ശരിക്കും എത്രയില്ല കേട്ടോ, ഒന്നുമില്ല. അപ്പോൾ സനകാദികൾ ശപിച്ചതിനെ തുടർന്ന് ജയവിജയന്മാർ ഭൂമിയിൽ വന്നു. ഹിരണ്യാക്ഷനും ഹിരണ്യേശിപുവായി. ദേശീയ ഭക്തിയാണ് ഹിരണ്യേശിപുവിൻ്റെ. ശത്രുവല്ല വിഷ്ണു. രാവണനും കുംഭകർണനും രണ്ടാമത്തെ ജന്മം. ഇതൊക്കെ അന്തർധാര ഒന്ന് തന്നെയാണ്. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനിൽ ചേരുക. പെട്ടെന്ന് നമുക്ക് തോന്നും അവിടെ ശത്രുതയുണ്ട്. ശത്രുതയൊന്നുമില്ല. ഭഗവാൻ ആരോടും ശത്രുതയില്ല. അതാണ് സത്യം. ന യസ്യ കശ്ചിത് ദൈതോസ്തി കരക്കിതിൽ ദേഷ്യശ്ച യസ്മിൻ വിഷമാ മതിർ നൃണാം. അത് ശരിയല്ലാത്ത ഭാവന കൊണ്ട് നമുക്ക് തോന്നുകയാണ്. വിഷമാമതി എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ബുദ്ധി, മതിബുദ്ധി. നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് തോന്നുന്നു ഭഗവാന് ചില ആൾക്കാരുണ്ട്, ശത്രുവായിട്ട് ചില ആൾക്കാരുണ്ട്. അതില്ല, സത്യത്തിൽ അതില്ല. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യ അകർത്തുരാത്മന തിര്യങ് ഋഷിഷു യാദസ്സു തദത്യന്ത വിഡംബനം. വീണ്ടും ഉറപ്പിച്ചു. ജന്മം കർമ്മം മുതലായിട്ടതൊക്കെ അജനായിട്ടുള്ള അങ്ങേക്ക്, ജനിക്കാത്ത അങ്ങേക്ക് ജന്മം ഉണ്ടാവണു, കർമ്മം ചെയ്യാത്ത അങ്ങേക്ക് കർമ്മം ഉണ്ടാവണു. അജസ്യ ജനിക്കാത്തവൻ. തിര്യങ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, വരാഹം, കൂർമ്മം, ഇതൊക്കെ തിര്യക്കുകളിലാണ് പെടുക. മനുഷ്യൻ ഉർവാക്സ്രോതസ്സിലാണ് പെടുക. ഊർധ്വസ്രോതസ്സാണ് വൃക്ഷങ്ങൾ. ഇപ്പോൾ ഇവിടെ തിര്യങ് ഋഷി യാദസ്സു, യാദസ്സു ജലജീവി, മത്സ്യമായിട്ട് അവതരിച്ചു. ഇതൊക്കെ കേവലം ഒരു നാട്യം മാത്രമാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭഗവാന്റെ അഭിനയത്തിൻ്റെ തന്മയത്വം കാണുമ്പോൾ നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ അഭിനയമല്ല, സത്യം തന്നെയാണ്. അഭിനയമാണെന്ന് തോന്നിയാൽ പിന്നെ അതിന് അർത്ഥമില്ലല്ലോ. ജീവിക്കുകയായിരുന്നു എന്ന് പറയും ചില നടന്മാർ. ഞാൻ സത്യത്തിൽ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു, അപ്പോഴേ അതിന് തന്മയത്തുള്ളൂ. തദത്യന്ത വിഡംബനം ഒക്കെ നമുക്ക് തോന്നൽ എന്ന് മാത്രമല്ല, അഭിനയം തന്നെയാണ്. അതിൽ യാഥാർത്ഥ്യം ഇല്ല. ഈ കൃഷ്ണാവതാരത്തിലത്തെ ചില സംഭവങ്ങളുടെ ആ ഒരു തന്മയത്വത്തിനെ സ്ഥാപിക്കാൻ കൃഷ്ണാവതാര സംഭവങ്ങളെ വിവരിക്കുകയാണ്. ഗോപ്യാദതേ ത്വയകൃതാകസിതാമതാവത് യാദേതശാസ്ത്രുകലിലാഞ്ജന സംഭ്രമാക്ഷം ഭക്തം നിനീയ ഭയഭാവനയാർത്തിദത്യതാമാം വിമോഹയതി വീരഭിയതിവേദി. തന്മയത്വത്തിനുള്ള ഒരു ഉദാഹരണം രാവിലെ കൃഷ്ണാവതാരത്തിലത്തെ സംഭവമാണ്. മഞ്ഞപ്പൊട്ടൊക്കെ ഉടുപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മടിയിലിങ്ങനെ വെച്ചിരിക്കുമ്പോൾ പാല് തിളച്ച് പോണത് വാങ്ങി വയ്ക്കാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്തു? ഭഗവാനെ നിലത്താണ്ട് വെച്ചു. നിലത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റുണ്ടോ? ഭഗവാനെയൊക്കെ ഭാഗവതം പോലും നിലത്ത് വയ്ക്കരുത്, പട്ടി വിരിച്ചിട്ടോ പീഠത്തിലേ വയ്ക്കാവൂ. അപ്പോൾ ഭഗവാനെ നിലത്ത് വെച്ചാലോ? ഭഗവാൻ വിചാരിച്ചു ഇതിന് അമ്മയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഈ ചെയ്തതിൻ്റെ ഫലം വേഗ തൈർക്കുടം ഒരു കല്ലുകൊണ്ടാണ്ട് ഉടച്ചു. ഇവിടെ കല്ല് എന്നാണ് പറഞ്ഞത്. നാരായണി നമ്മളേക്കും കടകോല എന്ന് പറഞ്ഞു. വേഗം വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ട? പാല് വാങ്ങി വെച്ചു. പക്ഷേ എത്രയോ തൈര് ഇവിടെ പോയി. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈശ്വരനെ ഉപേക്ഷിച്ചിട്ട്
എല്ലാം നഷ്ടപ്പെടുന്ന ജീവൻ്റെ ചിത്ര ശരിക്കും ഇവിടെ കാണിച്ചതേ. അവൻ ചോദിക്കേണ്ട ഭാഗവതം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീങ്ങിയാൽ ചിലതിൻ്റെ പിന്നാലെയാണ് ഈ പോകുന്നത്. അതും ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല, ഈശ്വര വിചാരവും ഉണ്ടാവില്ല, ലൗകികം ഉണ്ടാവില്ല. കാരണം ലൗകികം അനുഭവിക്കണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ഭക്ഷണം ധാരാളമുണ്ട്, കഴിക്കാൻ പറ്റില്ലെങ്കിലോ? ലൗകിക സുഖമുണ്ട്, അനുഭവിക്കാൻ പറ്റണ്ടേ? ഡോക്ടർ പറഞ്ഞിരിക്കണ അരക്കപ്പ് പാലും ലേശം ചോറുമൊക്കെ മതി എന്നാണ്. അവിടെ അങ്ങനെ ഉണ്ട്, ധാരാളം ഉണ്ട്. അപ്പോൾ ഈ ലോകസുഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, അല്ലാണ്ട് അത് പറ്റില്ല. അപ്പോൾ ഈശ്വരനെ വിട്ടിട്ട് ഈ ലൗകികത്തിൻ്റെ പിന്നാലെ പോയാൽ എന്തുണ്ടാവും? ലൗകികവും ഉണ്ടാവില്ല, ഈശ്വരനും ഉണ്ടാവില്ല. ഇതൊക്കെ വിട്ട് ഈശ്വരൻ്റെ പിന്നാലെ പോയാലോ രണ്ടും ഉണ്ടാവും. ഈശ്വരൻ്റെ പിന്നാലെ പോയാൽ രണ്ടും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇവിടെ വന്നപ്പോൾ തൈര് മുഴുവനെ പോയി. ദേഷ്യം ഇങ്ങോട്ട് വന്നു. യശോദയ്ക്ക് എത്ര തൈരൊക്കെ ഇങ്ങോട്ട് പോയാൽ ആർക്കാ ദേഷ്യം സങ്കടം വരാണ്ടിരിക്കുക? വടീൻ്റെ അടുത്ത ഒരു ഓങ്ങൽ. അപ്പം ദശാശ്രുകലിയിൽ അഞ്ജന സംഭ്രമാക്ഷം, കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ടുണ്ട് ഒഴുകി. ഭഗവാന്റെ പേടിച്ചിട്ട് ആ വടിയെ ഇങ്ങോട്ട് പേടിച്ചു. ആ അഞ്ജനം മുഴുവനെ മഷി എഴുതിച്ചതൊക്കെ ഇങ്ങോട്ട് കണ്ണീരിൽ കുതിർന്നു പോയി. മഞ്ഞപ്പട്ടിലൊക്കെ ആയി ആ നിറം കുതിർന്ന് മഞ്ഞപ്പട്ടിലൊക്കെ ആയി. അപ്പോൾ പേടിച്ച് നിൽക്കണ ആ കൃഷ്ണൻ്റെ രൂപം സർവേശ്വര ആരെയാണ് മോഹിപ്പിക്കാതിരിക്കുക? വക്രം നെനീയ ഭയഭാവനയാ സ്ഥിതസ്യ. അയ്യോ അമ്മേ വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ, വേണ്ട, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ യശോദയുടെ നേരെ പേടിച്ച് നിൽക്കുന്ന കൃഷ്ണനെ കണ്ടാൽ ചെറിയൊരു ഉണ്ണി അമ്മയുടെ തല്ലിനെ പേടിച്ച് നിൽക്കുന്നതല്ലാതെ ആർക്കാ തോന്നുക? ഇങ്ങനെയാണ് സർവേശ്വര അവിടുത്തെ അഭിനയത്തിൻ്റെ ഒരു തന്മയത്വം. ആരും അതിൽ മോഹിച്ചു വീഴും. സാമാം വിമോഹയതി ഭീരഭീയതിവേദി. ഭീ എന്ന് പറഞ്ഞാൽ ഭയം. ഭയം പോലും ഏതൊരു ഭഗവാനെ ഭയക്കുന്നുവോ? ഭയത്തിന് പേടിയാണ് ഭഗവാൻ. ആ ഭഗവാൻ ഒരു വടിയെ പേടിച്ചിട്ട് നിൽക്കുന്ന രൂപം കണ്ടാൽ ആർക്കും സംശയം തോന്നില്ല ഭഗവാൻ പേടിച്ചിട്ടില്ല എന്ന്. അത്ര പേടിച്ച പോലെയാണ്. ഇങ്ങനെയാണ് ഭഗവാന്റെ ഓരോരോ അഭിനയങ്ങളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്തുതി തുടരുകയാണ്. കായേന വാച മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.